അടിമാലി ലക്ഷം വീട് മണ്ണിടിച്ചിലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ നടത്തിവരുന്ന പട്ടിണി സമരം അവസാനിപ്പിച്ചു. ദേവികുളം MLA F. രാജയുടെ ഇടപെടലിനെ തുടർന്നാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും നിങ്ങൾക്ക് അനുവദിച്ച തുകയുടെ പകുതി തുക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും MLA അറിയിച്ചു. മുഴുവൻ തുകയും ലഭ്യമാക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. 3 ദിവസമായി അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന പട്ടിണി സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ മാസം 25-നാണ് വീട് നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ സമരം ആരംഭിച്ചത്. ഇപ്പോൾ സമരപന്തലിൽ 7 കുടുംബങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ദേവികുളം MLA F. രാജ സമരക്കാരെ കാണുകയും ഉടൻ തന്നെ നിങ്ങളുടെ പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതേ തുടർന്നാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. സമരക്കാർക്ക് F. രാജ MLA നാരങ്ങ നൽകിയാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. ഇവരുടെ ഈ പഞ്ചായത്തിൽ ഇവർ ഇപ്പൊ നിരാകാരം 3 ദിവസമായി. അതിനു മുമ്പ് ഇവർ 27 ദിവസം ഇവർ സമരത്തിലിരുന്നാണ്. അപ്പൊ ഈ നിരാകാര സമരം ഇന്ന് അവർ മുഖ്യമന്ത്രിയെ നാം മിനിയാന്ന് കണ്ട് ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഇവർക്ക് ആദ്യ ഗഡു 5 ലക്ഷം രൂപയും പിന്നെ അടുത്ത ഗഡു സമയം വെച്ച് ബാക്കിയുള്ളത് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. ഈ 10 ലക്ഷം രൂപയും അത് ഇപ്പൊ ഇവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ 7 കുടുംബത്തിൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ വെച്ച് ഇപ്പൊ വേണമെന്ന് പറയുന്നത്. അതിപ്പോ മുഖ്യമന്ത്രിക്ക് ഞാൻ വിളിച്ച് ഇപ്പൊ ഇന്ന് പറയും. അതിനുള്ള ഒരു തീരുമാനം എടുത്ത് ആ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത് ഇവരുടെ സമരം തീർക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. അനുവദിച്ച തുകയുടെ പകുതി തുകയായ 5 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും നൽകാമെന്ന് MLA കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുഴുവൻ തുകയും ലഭ്യമാക്കിയാലേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 23-ാം തീയതി മുതൽ നമ്മൾ നിരാഹാര സമരമായിരുന്നു. ബഹുമാനപ്പെട്ട ദേവളത്തിന്റെ MLA ശ്രീ F. രാജ അവരുകൾ ഞങ്ങളുടെ സമരപ്പന്തലിൽ വരികയും നമ്മുടെ കാര്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം നിലയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരാഹാര സമരം ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാധാ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം എത്തുന്നവരെ ഞങ്ങൾ ആ സമരത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഞങ്ങൾ പിൻവലിക്കുന്നത്. സാധാരണ സമരം നടത്തിക്കൊണ്ടിരുന്നത് ആ സമരം ഇവയും മുന്നോട്ട് തന്നെ പോകും. തങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് സമരക്കാർ പട്ടിണി സമരം അവസാനിപ്പിച്ചത്. പട്ടിണി സമരം അവസാനിപ്പിച്ചെങ്കിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം തുടരും. ന്യൂസ് ബ്യൂറോ, അടിമാലി.